നമുക്കെല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് നമുക്കൊരു ലെക്ചർ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കുക. ഒരു 2 അവേഴ്സിൻ്റെ ലെക്ചർ തന്നെ കണ്ടു തീർക്കാനും പഠിച്ചു തീർക്കാനും നമുക്ക് അല്ലെ എത്ര അവേഴ്സ് ആണെന്ന് അറിയില്ല, അത്രയും കൂടുതൽ അവേഴ്സ് എടുക്കുന്ന ചില ദിവസങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട് അല്ലേ. പലപ്പോഴും അത് ചില സ്റ്റുഡൻസിൽ കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാമുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സ്ലോ ലേണർ ആയതുകൊണ്ടാണ് അല്ലേ. അപ്പം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കുന്നു. ഒരു പേജ് വായിക്കാൻ തന്നെ ഒരുപാട് സമയം എടുക്കുന്നു. അപ്പം ഇങ്ങനെ ടൈം വളരെ ലാഗായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. നമ്മുടെ മാർക്സ് കുറഞ്ഞു വരാൻ ഇതിന് കാരണമാവുന്നു. ഇത്ര സമയത്തിനുള്ളിൽ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റാതെ ആവുന്നു. ഇതെല്ലാം എൻ്റെ കുട്ടികൾക്കുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ അതിനെല്ലാം ഒരു 3 സ്റ്റെപ്പ് സൊല്യൂഷൻ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ മൊത്തത്തിൽ കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പം നമ്മളുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഒരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കുന്നു അല്ലേ. ഞാനൊരു സ്ലോ ലേണറാണ് എന്നുള്ള ഒരു കാര്യം നമ്മളുടെ ഉള്ളിലേക്ക് വരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ സ്റ്റഡീസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമുക്ക് എല്ലാവർക്കും, അതായത് ഈ പഠനകാലത്തുള്ള എല്ലാ സ്റ്റുഡൻസിനും ഉള്ള കുറച്ച് പ്രശ്നങ്ങളാണ് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, പഠിച്ച് സമയം പോകുന്നു. ഒരു സാധനം തന്നെ പഠിക്കാൻ അല്ലെങ്കിൽ ഒരു പേജ് നമ്മൾ എടുക്കുകയാണ്, നമ്മൾ വളരെ മോട്ടിവേറ്റഡ് ആവുന്നു. എനിക്ക് പഠിക്കണം, എനിക്ക് ഫുൾ A+ വാങ്ങണം, ഫുൾ മാർക്ക് വാങ്ങണം എന്നുള്ള ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മൾ പോയിട്ട് പഠിക്കാനിരിക്കുന്ന സമയത്ത് ഒരു പേജ് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പല സമയങ്ങളിലും നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. അതായത് ഒരു പേജ് നമ്മൾ എടുക്കുന്നു, നമ്മൾ വായിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ തലേൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. നമ്മൾ വായിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. 2 ലൈൻസ് വായിച്ചു കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് വായിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഫസ്റ്റ് ആ പാരഗ്രാഫ് ഒന്നുകൂടെ വായിക്കുന്ന സമയം ഞാനിത് നേരത്തെ വായിച്ചിരുന്നോ, അല്ലെങ്കിൽ ഞാനിത് നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഞാനിത് ആദ്യമായിട്ട് കാണുകയാണല്ലോ എന്നുള്ളത് പോലെയുള്ള ഒരു ചിന്ത നമ്മളുടെ മനസ്സിലേക്ക് വരാറുണ്ട് ചില സമയങ്ങളിൽ അല്ലേ. അപ്പോൾ ഒരു പേജ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് തന്നെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടും വായിക്കാൻ വേണ്ടിയിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് സമയം എടുക്കുക എന്ന് പറയുന്നത് വളരെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അടുത്ത കാരണമാണ് ഫോക്കസ് കിട്ടുന്നില്ല അല്ലെ. മെയിനായിട്ട് നമ്മളൊരു ടോപ്പിക് എടുക്കുന്ന സമയത്ത് ഒരു സാധനം വായിക്കുമ്പോൾ അവിടെ നിന്ന് നമ്മുടെ ഫോക്കസ് വിട്ടുപോകുന്നു. പഠിക്കാൻ വേണ്ടി ഇരിക്കുകയാണെങ്കിലും നമ്മളുടെ പല ചിന്തകളിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഒരു സാധനം പഠിക്കുന്ന സമയത്ത് നമ്മുടെ ചിന്ത വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലേ. അപ്പം അങ്ങനത്തെ ചില അവസരങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. നമ്മളുടെ അല്ലെങ്കിൽ നമ്മുടെ ചിന്ത വേറെ എങ്ങടെങ്കിലുമൊക്കെ സഞ്ചരിച്ച് നമ്മളിങ്ങനെ ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, വേറെ എന്തൊക്കെയോ ചിന്തിച്ച് നമ്മളുടെ മൈൻഡ് പോവാറുണ്ട്. പിന്നീട് അപ്പോഴും നമ്മളുടെ സമയം അവിടെ ലാഗായിട്ട് പോവാണ്, നമ്മളുടെ പഠനം അവിടെ പെൻഡിങ്ങിലായി പോവാണ്. ഇതെല്ലാം നമുക്ക് ഉണ്ടാകുന്ന കാര്യമാണ്. അടുത്ത ഒരു കാര്യമാണ് ലെക്ചർ കണ്ടു തീർക്കാൻ ഒരുപാട് സമയം എടുക്കുന്നു. അപ്പം നിങ്ങളിൽ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് 2 അവേഴ്സിൻ്റെ ലെക്ചറൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും സമയം മിസ് ഇല്ലേ കണ്ടു തീർക്കാനുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ളത് ഒരുപാട് പേരുടെ പ്രശ്നമാണ്. അപ്പോൾ 2 അവേഴ്സിൻ്റെ ഒരു ലെക്ചർ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിച്ച് എഴുതി വരുന്ന സമയത്തേക്ക് അത് 4, 5, 6, 7 ചിലപ്പോൾ ഒരു ദിവസം മൊത്തം തന്നെ നമുക്ക് ആ ഒരു 2 മണിക്കൂർ ലെക്ചറിന് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഈ പഠിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതെല്ലാത്തിൻ്റെയും കാരണം എന്ന് പറയുന്നത് നമ്മളുടെ പഠനം വളരെ സ്ലോ ആവുന്നത് കൊണ്ടാണ് അല്ലേ. അപ്പോൾ ഈ സ്ലോ ലേണർ അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രശ്നമാണോ, അല്ലെങ്കിൽ നിങ്ങളൊരു സ്ലോ ലേണർ എന്നുള്ള ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് ഇനി ജീവിതത്തിൽ അങ്ങനെ മാത്രമേ പഠിക്കാൻ പറ്റുമെന്നാണോ? ഒരിക്കലും അല്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി പോവുകയാണ്. ഇതെന്ത് ചെയ്യുക, ഒരു 7 ഡേയ്സ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പ്രത്യേകം മനസ്സിലാക്കുക, ഓരോ ആൾക്കാർക്കും ഓരോ പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് മിസ് സയൻറ്റിഫിക്കലി പ്രൂവൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് മിസ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. അത് വർക്കൗട്ട് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. ഓക്കെ. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇത്രയും സമയം കളയാൻ അല്ലെങ്കിൽ സമയം പഠിക്കാൻ വേണ്ടിയിട്ടും റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടും എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ റീഡിങ് സ്കിൽസ് കൂട്ടുക. അതുപോലെ തന്നെ സ്പീഡപ്പ് ആക്കാൻ എന്ത് കാര്യം, ലേണിംഗ് ആണെങ്കിലും റീഡിംഗ് ആണെങ്കിലും സ്പീഡപ്പ് ആക്കുക എന്നുള്ളതാണ്. അതായത് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ സ്പീഡ് തന്നെയാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്പീക്കിംഗ് സ്പീഡിനേക്കാൾ വളരെ കൂടുതലാണ് നമ്മുടെ ബ്രെയിൻ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ഒരു സെൻറ്റൻസ് കാണാൻ പറ്റുന്നില്ല അല്ലേ. സ്നേഹ ഹാസ് എൻ ഓറഞ്ച്. അപ്പോൾ നമുക്കറിയാം ചില ആൾക്കാരെ എപ്പോഴും വായിച്ച് പഠിക്കുന്ന ആൾക്കാരുണ്ട്, ലൗഡ്ലി സ്പീക്ക് ചെയ്തുകൊണ്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്, ചില ആൾക്കാർ മൈൻഡിൽ പഠിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. അത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും എങ്ങനെയാണ് പഠിക്കുന്നത്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി പറഞ്ഞുതരാം. ഇപ്പോൾ സ്നേഹ ഹാസ് എൻ ഓറഞ്ച് എന്ന് നമ്മൾ വായിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ റീഡ് ചെയ്യുക, ഉറക്കെ റീഡ് ചെയ്യുക. എന്താ, സ്നേഹ ഹാസ് എൻ ഓറഞ്ച്. ഇത്ര സമയമാണ് എടുത്ത്. അതിന് പകരം നിങ്ങൾ മൈൻഡിലൊന്ന് അതിനെ റീഡ് ചെയ്ത് നോക്കൂ, കുറച്ചുകൂടെ
വേഗം നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ലൗഡ്ലി സ്പീക്ക് ചെയ്യുന്നേക്കാൾ നമുക്ക് ഏറ്റവും സ്പീഡ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ റീഡിങ് തന്നെയാണ്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, ബ്രെയിൻ സ്പീഡാണ് സ്പീക്കിംഗ് സ്പീഡിനേക്കാൾ വളരെ കൂടുതൽ. അപ്പം ഇങ്ങനെ ഒരുപാട് നമ്മളിങ്ങനെ ലൗഡ്ലി ചെറിയ പ്രായത്തിലൊക്കെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, അതായത് ഉറക്കെ വായിച്ചു പഠിക്കണം അല്ലേ. ചെറിയ പ്രായത്തിൽ അത് ഓക്കെയാണ്. പക്ഷെ വലുതായിട്ട് വരുന്ന സമയത്ത് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിനും കാര്യങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് വളരെ സ്പീഡോടുകൂടെ പഠിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ ആദ്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും. മൈൻഡ് റീഡിങ് ആണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം സ്വന്തമായിട്ട് മൈൻഡിൽ എന്ത് ചെയ്യുക, വായിക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുക. അത് പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, എന്ത് ചെയ്യുക, സ്പീക്കിങ്ങിൽ കൂടെ തന്നെ എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. പക്ഷേ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റും. ഓക്കെ. അപ്പം മൈൻഡ് റീഡിങ്ങിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് വളരെ സ്പീഡിൽ വായിക്കാനും മനസ്സിലാക്കാനും നമ്മുടെ ബ്രെയിൻ സ്പീഡ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ സ്പീക്കിംഗ് സ്കില്ലിനേക്കാൾ നല്ലതായിരിക്കും എന്ത്, ബ്രെയിൻ റീഡിങ് അല്ലെങ്കിൽ മൈൻഡ് റീഡിങ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ സ്പീഡിൽ എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ വേണ്ടി പറ്റും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് യൂസ് യുവർ സെൻസസ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു സാധനം നിങ്ങൾ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ഒരു തവണ പോലും കഴിച്ചിട്ടുള്ള ഒരു ചോക്ലേറ്റ് നമ്മൾ ഓർത്തിരിക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ ഏതെങ്കിലും നമ്മൾ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ലിറ്റിൽ ഹാർട്ട്സ് എന്ന് പറയുന്ന ഒരു നമ്മുടെ ബിസ്ക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെറുപ്പത്തിൽ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ടെങ്കിലും നമുക്കൊരു മിഠായി വാങ്ങിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഫുഡ് വാങ്ങിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്താൽ പോലും നമ്മുടെ മനസ്സിൽ അത് ഓർമ്മയുണ്ടാവും. കാരണം എന്താ, നമ്മളവിടെ ഒരുപാട് സെൻസസ് ഉപയോഗിക്കുന്നുണ്ട്. അത് കഴിക്കാൻ നമ്മുടെ കൈ ഉപയോഗിക്കുന്നുണ്ട്. കഴിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലുക്ക് നമ്മളുടെ ബ്രെയിനിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ബ്രെയിനിൻ്റെ ലോങ് ടേം മെമ്മറിയിലേക്കാണ് ഈ സാധനം പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ കാര്യം ഓർത്തിരിക്കുന്നത്. പക്ഷേ പഠിക്കുന്ന സമയത്ത് നമുക്ക് മറന്നു അല്ലേ. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വെറുതെ വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബുക്ക് എടുക്കുന്നു, നമ്മൾ വെറുതെ വായിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ സെൻസസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ സെൻസുകളും യൂസ് ചെയ്തുകൊണ്ട് പഠിക്കണം. അപ്പോൾ നിങ്ങൾ എന്തെടുക്കുക, ഒരു ലെക്ചർ കാണുന്ന സമയത്ത് ഒരു ബുക്ക് കയ്യിൽ വെക്കുക, ബുക്ക് എടുക്കുക, പെന്നെടുക്കുക, അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി പോവുക. അതുപോലെ തന്നെ ഹൈലൈറ്റ് ഒക്കെ ചെയ്യാൻ കളർ പെൻസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അണ്ടർലൈൻ ഒക്കെ ചെയ്ത് പോവാം. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അണ്ടർലൈൻ ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ നമ്മുടെ യൂസ് എന്താണ്, അല്ലെങ്കിൽ എല്ലാ സെൻസുകളും നമ്മളവിടെ ഉപയോഗിക്കുകയാണ് അല്ലേ. അപ്പോൾ കാണാൻ നമ്മൾ കണ്ണ് ഉപയോഗിക്കുന്നു, അത് മനസ്സിലാക്കുന്നു, അത് എഴുതുന്നു. അപ്പോൾ അവിടെ എഫേർട്ടും അവിടെ എല്ലാ കാര്യങ്ങളും വർക്കിംഗ് നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ലോങ് ടേം മെമ്മറിയിലേക്ക് പോകാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യുക, എപ്പോഴും നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് വെറുതെ ഒരു ബുക്ക് എടുത്ത് വായിക്കാതെ അല്ലെങ്കിൽ വായിച്ചു പഠിക്കാതെ എന്ത് ചെയ്യുമ്പോഴും ഒരു ബുക്ക് എടുക്കുക, അത് എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് ഉറപ്പായിട്ടും നിങ്ങളുടെ സ്പീഡിങ് അല്ലെങ്കിൽ ലേണിംഗ് സ്കിൽസിനെ കൂട്ടുകയേ ചെയ്യുള്ളൂ. ആൻഡ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, കുറച്ച് കഴിയുന്ന സമയത്ത് നമ്മളുടെ എല്ലാവരുടെയും എന്താണ്, അത് എല്ലാ മനുഷ്യന്മാർക്കും ഉള്ളൊരു കാര്യമാണ്. ഒരു സാധനം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറേ കഴിയുന്ന സമയത്ത് അത് കുറയും, അത് മറന്നുപോകും. നമുക്ക് ആദ്യം 100% അതിനെപ്പറ്റി അറിയുമെങ്കിൽ ഒരു 10 days കഴിഞ്ഞാൽ അതിൻ്റെ 30% കുറഞ്ഞിട്ടുണ്ടാവും. അതായത് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ കാര്യം നമ്മൾ മറന്നു പോകുമെന്ന് പറയുന്നത് എല്ലാവരുടെയും പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഷോർട്ട് ടേം റിവിഷൻസ് ചെയ്യാം. അപ്പോൾ ഒരു സാധനം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ പരീക്ഷയുടെ തലേദിവസം മാത്രമേ നോക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എന്ത് ചെയ്യുക, അത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു വീക്കിൻ്റെ ഉള്ളിൽ തന്നെ അത് എന്ത് ചെയ്യണം, ഒന്ന് ഷോർട്ടായിട്ട് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ നമ്മുടെ ബ്രെയിനിലേക്ക് അത് നമ്മൾ എപ്പോഴും വീണ്ടും 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 നമ്മളതിനെ കാണുന്ന സമയത്ത് അത് ഷോർട്ട് ടേമിൽ നിന്നും ലോങ് ടേം മെമ്മറിയിലേക്ക് മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഉള്ള സമയം നമ്മൾ കൃത്യമായിട്ട് ഇത് പഠിച്ചതിന് ശേഷം അത് ഷോർട്ട് ടേമിൽ മെമ്മറൈസ് ചെയ്യാനും അതുപോലെ തന്നെ റിവിഷൻ ചെയ്യാനും വേണ്ടി ഓർക്കുക. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ലേണിംഗ് സ്പീഡ് 5x കൂട്ടാൻ പറ്റും. മിസ് ഉറപ്പ് പറയുകയാണ്. അപ്പം വളരെ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. ഇത് സയൻറ്റിഫിക്കലി പ്രൂവൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് എന്താ, നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഏതൊക്കെയാണ് എൻ്റെ സ്ട്രോങ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് എൻ്റെ വീക്ക് പോയിൻറ്റ്സ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് മോഡിഫിക്കേഷൻ ചെയ്യാം. മിസ് പറയുന്ന പോലെ തന്നെ ചെയ്യണം എന്നല്ല പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മോഡിഫൈ ചെയ്യുക. ആൻഡ് ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും എൻ്റെ കുട്ടികൾക്ക് റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. ആൻഡ് ഓൾസോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.